ഓക്കെ, അപ്പൊ നമുക്കൊരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വിദ്യ ആൻഡ് വേദിക. കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വെനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ അതാ പാലവൃക്ഷച്ചോട്ടിൽ ഒരു അപ്സരകന്യക. എണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലെ നയന മനോഹരാംഗിയ യുവതി നിശ്ചലയെ നിൽക്കുകയാണ്. ആരാണവൾ? അവൾ പാലവൃക്ഷച്ചോട്ടിൽ നിശ്ചലയെ നിൽക്കുന്നത്? മറ്റാരുമല്ല സുഹൃത്തുക്കളെ, അത് നമ്മുടെ കഥാനായിക. എന്തിനാണ് അവൾ പാലവൃക്ഷച്ചോട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? സുഹൃത്തുക്കളെ, അവൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. സ്വന്തം കാമുകനായ മധുവിന്റെ കൂടെ പോണോ സ്വന്തം അച്ഛന്റെ കൂടെ പോണോ? അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് അവൾ പാടി, മധുമതി അച്ഛൻ വേണ്ട, മധുമതി കാമുകനായ മധുമതി. വിവരം കേട്ടറിഞ്ഞ് സ്വന്തം അച്ഛൻ നെഞ്ചുപൊട്ടി നിലത്ത് വീണു. സുഹൃത്തുക്കളെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ അച്ഛന്റെ മാറിലേക്ക് അവൾ കാത് ചേർത്ത് വെച്ചു. എന്നിട്ട് അവൾ പാടി, കാറ്റും പോയി അച്ഛന്റെ കാറ്റും പോയി. ആന്റി എന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കും. മക്കള് ഡാൻസ് മറന്നു പോവും ഞാൻ ചെയ്ത. കളിച്ചില്ലേ, വെറുതെ നിന്ന് തന്നാ മതി. നിന്നാ മതി, കൂടെ നിൽക്കും. ഡെഫിനറ്റ്ലി നിൽക്കും, വരും. കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കവിതയുമായി നിന്റെ ചോടിൽ മലരിനാളുകൾ മറുപരും. എങ്ങനെ 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 കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരുണേ കവിതയുമായി എന്റെ ഗാഥ. ഞാൻ ആ അടിയാണ് പ്രതീക്ഷിച്ചത്. ഞാനും അത് പ്രതീക്ഷിച്ചു. ആദ്യം ചേച്ചി ഒരു അടി വേണം, ഒരു അടി വേണം, ഒരു അടി കൊടുക്ക്, ഒരു അടി വേണം.